റഷ്യയുമായുള്ള യുദ്ധത്തിനിടയിൽ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭാരമേറിയ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി യുക്രൈൻ വന്നിരിക്കുകയാണ്. അതേസമയം ആഗോള ആയുധ കയറ്റുമതിയിൽ അമേരിക്ക ആധിപത്യം പുലർത്തിയിരുന്നുവെന്ന് സ്റ്റേ ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുകയും ചെയ്തു. 2020 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാരമേറിയ ആയുധങ്ങൾ വാങ്ങിയത് യുക്രൈനാണെന്നും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തി. 2015 മുതൽ 2019 വരെയുള്ള കാലയളവിലെ ഇറക്കുമതിയെ ആക്ഷേപിച്ചുകൊണ്ട് യുദ്ധത്തിൽ തകർന്ന രാജ്യം ഇറക്കുമതി ഏകദേശം 100 മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2020നും 2024നും ഇടയിൽ യുക്രൈൻ 35 രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തു. 2020-24 കാലയളവിൽ മൊത്തം ലോക ഇറക്കുമതിയുടെ 8.8% യുക്രൈൻ ഇറക്കുമതി ചെയ്തിട്ടുമുണ്ട്. എല്ലാ ഡെലിവറികളുടെയും 45% US ആയിരുന്നു. തൊട്ടുപിന്നിൽ ജർമ്മനി 12%, പോളണ്ട് 11%മായി നിലനിർത്തുന്നു. ആഗോളതലത്തിൽ നടക്കുന്ന ആയുധ കയറ്റുമതികളുടെ ഏകദേശം 9% യുക്രൈനിലേക്കാണ് എത്തിയത്. റഷ്യയുമായുള്ള തുടർച്ചയായ യുദ്ധമാണ് യുക്രൈന്റെ ഈ ഇറക്കുമതിയുടെ പ്രധാന കാരണമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ഇതേ കാലയളവിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധ ഇറക്കുമതി 155% വർദ്ധിക്കുകയും ചെയ്തു. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ-യുക്രൈൻ യുദ്ധത്തിന്റെ നേരിട്ടുള്ള അനന്തരഫലമായും ഇതിനെ കാണുകയും ചെയ്തു. സ്റ്റോക്ക്ഹോമിലെ SIPRI ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഇതിനുള്ള കാരണവും US വിദേശ നയത്തിന്റെ ഭാവി ദിശയെക്കുറിച്ചുള്ള അനിശ്ചിതത്വമാണ്. അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതിക്കാരായി US തുടരുന്നുവെന്നും 2020നും 2024നും ഇടയിൽ മൊത്തം 107 രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആയുധ കയറ്റുമതിയുടെ കാര്യത്തിൽ അമേരിക്ക ഒരു സവിശേഷ സ്ഥാനമാണ്. 43%മായി ആഗോള ആയുധ കയറ്റുമതിയിൽ അവരുടെ പങ്ക് അടുത്ത വലിയ കയറ്റുമതിക്കാരായ ഫ്രാൻസിനേക്കാൾ 4 ഇരട്ടി അധികവുമാണ്. SIPRI എഡിറ്റർ മാത്യു ജോർജ് റിപ്പോർട്ടിൽ പറഞ്ഞതായി പ്രമുഖ മാധ്യമങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. മറുവശത്ത് 2015നും 2024നും ഇടയിൽ റഷ്യ 63% കുറവ് ആയുധങ്ങൾ കയറ്റുമതി ചെയ്തു. 2021ലും 2022ലും മൊത്തം അളവ് കഴിഞ്ഞ 2 ദശകങ്ങളിലെ ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു. മറ്റെവിടെയെങ്കിലും ആയുധങ്ങൾ വിൽക്കുന്നതിന് പകരം യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനായി റഷ്യ സ്വയം ആയുധമാക്കുന്നതിന്റെ ഇതിന് പ്രധാന കാരണമായി മാറുകയും ചെയ്തു. യുദ്ധക്കളത്തിൽ കൂടുതൽ ആയുധങ്ങൾ ആവശ്യമായി വരുന്നതിനാലും വ്യാപാര ഉപരോധങ്ങൾ റഷ്യക്ക് ആയുധങ്ങൾ നിർമ്മിക്കുന്നതും വിൽക്കുന്നതും ബുദ്ധിമുട്ടാക്കിയതിനാലും USഉം സഖ്യകക്ഷികളും റഷ്യൻ ആയുധങ്ങൾ വാങ്ങരുതെന്ന് സ്ഥാപനങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനാലും യുക്രൈനെതിരെ യുദ്ധം റഷ്യയുടെ ആയുധ കയറ്റുമതിയിലെ ഇടിവ് കൂടുതൽ ത്വരിതപ്പെടുത്തുകയും ചെയ്തു. റിപ്പോർട്ട് വ്യക്തമാക്കി. റഷ്യ ഇപ്പോഴും ആയുധങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ അത് പ്രധാനമായും ചൈനയ്ക്കും ഇന്ത്യക്കുമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു.